കർഷക സംഘടനകളുടെ ദില്ലി ചലോ മാർച്ച് ശംഭു അതിർത്തിയിൽ തടഞ്ഞ് പോലീസ്. മാർച്ചിന് നേരെ കണ്ണീർ വാതകം പ്രയോഗിച്ചു. 15-ലേറെ കർഷകർക്കും ഒരു മാധ്യമപ്രവർത്തകനും പരിക്കേറ്റു. ഇതേ തുടർന്ന് ഇന്ന് സമരം അവസാനിപ്പിച്ചു. യോഗം ചേർന്ന് തുടർ നടപടികൾ തീരുമാനിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായി ഡൽഹിയിലേക്കുള്ള കർഷകരുടെ മാർച്ച് ഇന്ന് ഉച്ചയ്ക്കാണ് പുനരാരംഭിച്ചത്. വെള്ളിയാഴ്ച നടന്ന മാർച്ചിന് നേരെ പോലീസ് ടിയർ ഗ്യാസ് ഷെല്ലുകളും റബ്ബർ ബുള്ളറ്റുകളും പ്രയോഗിച്ചിരുന്നു. ഇതിൽ നിരവധി കർഷകർക്ക് പരിക്കേറ്റതോടെ മാർച്ച് താൽക്കാലികമായി നിർത്തുകയായിരുന്നു. ഇന്ന് വെള്ളിയാഴ്ചത്തേതിലും തീവ്രമായ രീതിയിലാണ് പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചതെന്ന് കർഷകർ ആരോപിച്ചു. വിളകൾക്ക് മിനിമം താങ്ങുവില പ്രഖ്യാപിക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകരുടെ സമരം. പ്രതിഷേധം 300-ാം ദിവസത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിലും കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലെന്ന് കർഷക സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ചർച്ചയ്ക്ക് തയ്യാറാകാത്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് സമരം ശക്തമാക്കുന്നത്. മാർച്ച് തടയാൻ പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൻ പോലീസ് സന്നാഹമാണ് അതിർത്തിയിൽ അണിനിരന്നിരിക്കുന്നത്. ശംഭു അതിർത്തിയിലും അംബാലയിലും പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിർത്തിയിൽ ഈ മാസം 9 വരെ ഇന്റർനെറ്റ് നിരോധനവും ഏർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, അമൃത TV.